നിന്നെ വിളിച്ചോണ്ട് ചെന്ന് ഇവളെ കല്യാണം കഴിക്കണം രാമാന്ന് പറഞ്ഞാ രാമൻ സമ്മതിക്കുന്നു തോന്നുന്നുണ്ടോ നിനക്ക്? അവനിപ്പ പഴയ രാമനല്ല. ഇപ്പൊ അവൻ സീതയുടെ വലയത്തിലുള്ള രാമനാ. അവൻ പുറത്തു വന്നിരിക്കും. ആ സീത അവന്റെ ജീവിതത്തിൽ നിന്നും പുറത്തു പോയ ശേഷം നീ അകത്ത് കയറണം. എല്ലാം ഓക്കേ, ബട്ട് രാമൻ സീത അവര് പരസ്പരം ഒരുപാട് ഇഷ്ടപ്പെടുന്നുണ്ട്. ആൻഡ് മുത്തശ്ശന് ഇപ്പൊ അവരുടെ ബന്ധത്തിന് ഓക്കെ പറഞ്ഞില്ലേ? ഇനി എന്ത് മാജിക് ഉണ്ടാകാനാ? ഒന്ന് അടങ്ങ് ചാന്ദിനി, സമാധാനപ്പെട്. എനിക്ക് മേമയെ വിശ്വാസമാ, ബട്ട് അത് എങ്ങനെയാണെന്ന് എനിക്ക് ഇപ്പൊ തന്നെ അറിയണമെന്നുണ്ട്. ബിക്കോസ് അത് അറിഞ്ഞില്ലെങ്കിൽ എനിക്ക് ഉറക്കം വരില്ല മേമ. പ്ലീസ് പറയേ. അച്ഛൻ സീതയെ അംഗീകരിച്ചതൊക്കെ ശരി, പക്ഷെ ആ സീതയ്ക്കൊരു മകളുണ്ടെന്ന കാര്യം അറിഞ്ഞാ അച്ഛൻ സമ്മതിക്കോ? അത് കഴിഞ്ഞാ നമ്മൾ വിചാരിക്കുന്നതേ നടക്കും. ആദ്യം സീത പുറത്തു പോവണം. സത്യമെല്ലാം അറിഞ്ഞ ശേഷം അച്ഛൻ കിടപ്പിലുമാവണം. അത് കഴിഞ്ഞ് കൊച്ചുമോന്റെ കല്യാണം കാണണോന്ന് പറഞ്ഞ് കരയണം. അത് കഴിഞ്ഞ് നിന്റെ ഊഴം. വാവ് മേമ, വാട്ട് എ ഗെയിം പ്ലാൻ. നീ എന്താ കരുതിയേ? ഈ ഭാർഗവി നിന്നെ പറഞ്ഞു പറ്റിച്ച് കൈവിടുമെന്ന് കരുതിയോ? ദേശായി വീടിന്റെ അകത്തേക്ക് നിന്നെ എങ്ങനെ പെർമനന്റായി സ്ട്രോങ് ആയി എങ്ങനെ കൊണ്ടുവരണമെന്ന് ചിന്തിക്കുമായിരുന്നു ഞാൻ. ഇടയ്ക്കൊക്കെ നീ ഒന്ന് വീട്ടിലേക്ക് ഇറങ്ങ്. അച്ഛന്റെ കണ്ണിൽ എപ്പോഴും വേണം. അത് നിനക്ക് ഗുണം ചെയ്യും. ഓക്കെ മേമ, ഞാൻ മേമ പറഞ്ഞതുപോലെ ചെയ്യാം. പിന്നെ ഐ എം സോ സോറി മേമ. മേമയെ ഞാൻ ഒട്ടും മനസ്സിലാക്കിയില്ല. അത്ര എളുപ്പത്തിൽ അങ്ങ് മനസ്സിലാക്കാൻ പറ്റുന്നവളല്ല ഞാൻ. അതും നിന്നെ പോലൊരാൾക്ക്. നോ വേ. അങ്ങനെ ആർക്കും പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റുന്നവളല്ല ഈ ഭാർഗവി. ഓ ഗോഡ്, ഭാഗ്യം. അയച്ച മെസ്സേജൊക്കെ റാം കാണുന്നതിന് മുന്നേ ഡിലീറ്റ് ചെയ്യാൻ പറ്റി. എനിക്ക് റാമിനെ കിട്ടുന്നതിന് വേണ്ടി ഈ ഭാർഗവി മേമയുടെ അടുത്ത് സ്വല്പം അഡ്ജസ്റ്റ് ചെയ്യുന്നതിൽ വലിയ കുഴപ്പമൊന്നുമില്ല. ഫൈനലി റാം, നീ എന്റെ കൈവിട്ട് പോയെന്ന് തന്നെയാ ഞാൻ കരുതിയത്. ബട്ട് നോ, എന്റെ തലയിൽ നിന്റെ പേരെ എഴുതിയത്. നിന്റെ തലയിലും അതെ എന്റെ പേരെ എഴുതി. ഇൻ കേസ് ആ ബ്രഹ്മാവത എഴുതിയിട്ടില്ലെങ്കിലും ഭാർഗവി മേമ എഴുതിക്കോളും. വാവ്, എന്തൊക്കെ സംഭവിച്ചാലും ആ സീത ഒരിക്കലും നിന്നെ സ്വന്തം ആക്കരുത്. നീ എപ്പോഴും എന്റെ മാത്രം റാം. നിന്റെ സീതയുടെയും കല്യാണം നടക്കില്ലെന്ന് കൺഫേം ആയാ രണ്ടുപേരെയും കണ്ടൊരു ഓൾ ദ ബെസ്റ്റ് പറയണം. വൺസ് അഗൈൻ ഹാപ്പി മാരീഡ് ലൈഫ്. താങ്ക്സ് മുത്തേ. രണ്ടാളും സമയം കണ്ടെത്തി വീട്ടിലേക്ക് കഴിക്കാൻ വരണം കേട്ടോ. ഷുവർ. കുറച്ചു ദിവസം കഴിയുമ്പോഴേക്കും ഞാൻ ഉണ്ടാക്കിയ ഭക്ഷണം കഴിച്ചേ അശോകേട്ടന് മടുത്തു പോയില്ലേ? അപ്പൊ കഴിക്കാൻ നിന്റെ വീട്ടിലേക്ക് വരും. ഞങ്ങൾ ഇറങ്ങട്ടെ. സിഹി, എല്ലാരോടും ബൈ പറ. പോവാം. സീതമ്മ, വീട്ടിലേക്ക് പോകണോ? ഇന്നൊരൊറ്റ ദിവസം ഞാനിവിടെ നിന്നോട്ടെ പ്ലീസ് സീതമ്മ. എനിക്കിന്ന് അഞ്ജലി ചേച്ചിയുടെ കൂടെ തന്നെ നിക്കണമെന്ന് തോന്നുന്നു. പ്ലീസ് സീതമ്മ, പ്ലീസ്. ഇവിടെ നിൽക്കാനോ? സിഹി, നീ ഇല്ലാതെ അവിടെ ഞാൻ എങ്ങനെയാ മോളെ? ഇപ്പൊ നമുക്ക് പോവാം, പിന്നൊരിക്കലും വരാലോ. നിനക്കിതൊന്നും ശീലമില്ലല്ലോ മോളെ. നീ വെറുതെ എല്ലാരെയും ബുദ്ധിമുട്ടാക്കും. വാ, വീട്ടിലേക്ക് പോവാം. ഞാൻ പറയുന്നത് നീ ഒന്ന് കേൾക്ക്. പ്ലീസ് സീതമ്മ. വേണ്ട മോളെ, പ്ലീസ് കുഞ്ഞെ. ഇവിടെ നിന്നോട്ടെ ചേച്ചി. ഇവിടെ ആർക്കും ഒരു ബുദ്ധിമുട്ടുമില്ല. സിഹിയുടെ കൂടെ ഞാനുണ്ടാവുമല്ലോ. എന്തായാലും സമ്മർ ഹോളിഡേയ്സ് അല്ലേ.
സിഹിനെ ഇവിടുന്ന് പെട്ടെന്ന് പറഞ്ഞേക്കാൻ എനിക്കും തോന്നുന്നില്ല. ഇല്ല അഞ്ജലി, ഇപ്പൊ ഇവള് പറയുന്ന ഒന്നും നോക്കണ്ട. രാത്രി ആവുമ്പോ എഴുന്നേറ്റ് വാശി പിടിക്കും. എന്നാ നീ ഇവിടെ നിക്ക്. ഏയ് വേണ്ട വേണ്ട, ഞങ്ങൾ പോട്ടെ. വാ മോളെ. സീതമ്മ. അയ്യോ, അവള് ചോദിക്കുന്ന കേട്ടില്ലേ? അവളോട് നിന്നോട്ടെ, ശീലമായിക്കോളും. സീതമ്മ, ഞാൻ ഒരു കുഴപ്പം ഉണ്ടാക്കില്ല. ഞാൻ നല്ല കുട്ടിയായിട്ട് നിന്നോളാം. ആ സീത, അവൾ ഇന്നിവിടെ നിക്കട്ടെ. ഞങ്ങൾ എല്ലാരും ഇവിടെ ഇല്ലേ? നീ സമാധാനായിട്ട് പോയിട്ട് വാ. സീതമ്മ പ്ലീസ്, സീതമ്മ. പ്രീ, നീയെങ്കിലും ഒന്ന് പറ. പ്രേമാന്റി, നിങ്ങളെങ്കിലും പറഞ്ഞു കൊടുക്ക സീതമ്മയോട്. കുട്ടികൾ വലുതായി കഴിഞ്ഞ ഇങ്ങനെയാ സീത. എല്ലാവരെയും അവർ ഫ്രണ്ടാക്കി കളയും. ഇവിടെ നിർത്തിക്കോ. ഇവളുടെ കാര്യം നീ ആലോചിക്കണ്ട. 4 പേരുടെ കൂടെ നിൽക്കുമ്പോ അവൾക്കും അത് ശീലായിക്കോളും. എല്ലാവരെയും അവൾക്ക് അറിയാവുന്നതല്ലേ. സിഹി, എന്നാ നാളെ ഞാൻ കൊണ്ടുപോകാൻ വരാട്ടോ. നീ വികൃതി ഒന്നും കാണിക്കല്ലേ. ഇല്ല, താങ്ക് യു സീതമ്മ. Macha, once again wishing a very happy married life. താങ്ക്സ് എടാ. All the best. താങ്ക്സ്. പോയി കിടന്ന് ഉറങ്ങാൻ നോക്ക് കേട്ടോ. ഓക്കെ, ബൈ. അഞ്ജു, ബൈ മോളെ. ഗുഡ് നൈറ്റ്. ബൈ ഏട്ടാ. പ്രേമാൻറ്റി, ബൈ. ബൈ മോനെ. പ്രിയ, ബൈ. ഗുഡ് നൈറ്റ്. മോളെ. അത് പിന്നെ ഒരു പ്രധാനപ്പെട്ട കാര്യം ഞാൻ മറന്നുപോയി. എക്സ്ക്യൂസ് മീ പ്ലീസ്. സീ മോളെ, ബൈ. ഗുഡ് നൈറ്റ്. I'll miss you. Bye friend, I miss you so much. Take care. Bye. Bye. ബൈ പ്രിയ. റാം, എന്നോട് ഇനിയും മിണ്ടാനായില്ലേ? എന്താ സംഭവിച്ചെന്നെങ്കിലും പറ. എന്താണെങ്കിലും നമുക്ക് സംസാരിച്ച് കൺഫ്യൂഷൻ ക്ലിയർ ചെയ്യാലോ. ഇങ്ങനെ മിണ്ടാതിരുന്നിട്ട് എന്ത് പ്രയോജനമുള്ളേ? ഞാൻ എന്ത് ചെയ്തിട്ടാ നിനക്ക് ദേഷ്യം വന്നെന്നെങ്കിലും പറ. സീത, ഐ ലൈക്ക് യുവർ വേ. ഇത്രയും ഞാൻ എക്സ്പെക്ട് ചെയ്തുള്ളൂ. ഞാൻ നിനക്ക് എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണെന്ന് അറിയാൻ വേണ്ടി ഒരു ചെറിയ ടെസ്റ്റ്, അത്രമാത്രം ഞാൻ ഉദ്ദേശിച്ചുള്ളൂ. ഐ എം സോറി. വിഷമമായോ നിനക്ക്? ഐ എം സോറി. എന്താ റാം കുട്ടികളെ പോലെ? എന്ത് ടെസ്റ്റ്? അല്ലാതെ പിന്നെ ഞാൻ എപ്പോ അടുക്കാൻ ശ്രമിച്ചാലും നീ എന്റെ അടുത്തുനിന്ന് മാറി മാറി പോവും. നിനക്കറിയാവോ, നിന്നോളം എന്നെ ഇന്നേ വരെ ആരും ഹേർട്ട് ചെയ്തിട്ടില്ല. ഇന്ന് വരെ സിഹി അല്ലാണ്ട് വേറെ ഒരാളും എന്നോട് വികൃതി കാണിച്ചിട്ടേ ഇല്ല, ദുർഭാഷയും പിടിച്ചിട്ടില്ല. എന്നാലേ ഇന്ന് മുതൽ ഞാനും എന്റെ സിഹി മോളും ഒരുമിച്ച് നിന്നോട് ഇങ്ങനെ വാശി കാണിച്ചോണ്ടേയിരിക്കും. നീ ഇനി അറിയാൻ പോകുന്നേ ഉള്ളൂ. അയ്യോ, ഇനി രണ്ടുപേരെയും കൂടി എങ്ങനെ മാനേജ് ചെയ്യേണ്ടതെന്ന് എനിക്കറിയില്ല. സത്യം പറ, നിന്നെ ആരെങ്കിലും ഒരുപാട് സ്നേഹിച്ച നിനക്ക് പേടിയാ? അതെന്താ? പിന്നല്ലാതെ, നീ എപ്പോഴും അങ്ങനെയല്ല റിയാക്ട് ചെയ്തോണ്ടിരിക്കുന്നേ, അതുകൊണ്ട് ചോദിച്ചാ. അതെന്താന്ന് അറിയില്ല റാം. ഇത് ഫസ്റ്റ് ടൈമാണ് ഞാൻ ഒരാളെ ഇത്രയൊക്കെ കണ്ട് ഇഷ്ടപ്പെടുന്നത്. ഈ സ്നേഹം എങ്ങനെ സ്വീകരിക്കണമെന്ന് എനിക്ക് അറിയില്ല. അഥവാ ആ സ്നേഹം എന്റെ ലൈഫിൽ നിന്ന് ഇല്ലാണ്ടായ എനിക്കെന്ത് സംഭവിക്കുമെന്നും എനിക്കറിയില്ല. ഒരു 10 മിനിറ്റ് നീ എന്നോട് സംസാരിക്കാതിരുന്നപ്പോ എനിക്ക് എന്തോ പോലെയായിരുന്നു. എന്റെ സ്നേഹം നിനക്ക് അത്ര ഇമ്പോർട്ടന്റ് ആണോ സീത? ഓക്സിജൻ ഇല്ലാണ്ട് ആർക്കും ജീവിക്കാൻ കഴിയില്ല. അതുപോലെ എനിക്ക് നിന്റെ സ്നേഹം. വൗ, ദാറ്റ്സ് സോ നൈസ്. കേൾക്കാൻ എന്ത് രസമുണ്ട്. നിനക്ക് വേണമെങ്കിലും വേണ്ടെങ്കിലും ഐ വിൽ ലവ് യു.
പക്ഷെ നീയായിട്ട് എന്നെ അകറ്റി നിർത്താൻ പാടില്ല. ഇനി അഥവാ എങ്ങനെ നീ എന്നെ അകറ്റി നിർത്തിയാ വീണ്ടും ഇതേപോലെയുള്ള ടെസ്റ്റ് റിപ്പീറ്റ് ചെയ്യും. എന്താന്ന് നോക്കുന്നോ? എന്നെ കുറിച്ച് നിന്റെ ചേട്ടനോടും ചേച്ചിയോടും പറ. മുത്തശ്ശൻ പറഞ്ഞ പോലെ ഞങ്ങൾ എല്ലാവരും വീട്ടിലേക്ക് വരാം. നിന്റെ വീട്ടുകാരായിട്ട് ശാന്തമ്മയും മൂർത്തിയങ്ങളിനെ എല്ലാവരെയും കൊണ്ടുപോവാ. ഒരുമിച്ച് സംസാരിക്കാം. ശരി റാം. അത് കഴിഞ്ഞാ പിന്നെ നെക്സ്റ്റ് നമ്മുടെ കല്യാണം. ഐ എം സൂപ്പർ എക്സൈറ്റഡ്. അടിപൊളി. നീ ഇങ്ങനെ ചിരിച്ചുകൊണ്ടിരിക്കുന്നത് കാണാനാ ശരിക്കും സൂപ്പർ. സീത, നീ എന്റെ കൂടെ ഉണ്ടെങ്കിലുണ്ടല്ലോ എന്റെ മുഖത്താ ചിരി എപ്പോഴും ഉണ്ടാവും. വാ, ഞാൻ ഡ്രോപ്പ് ചെയ്യാം. ഓ, എന്താ ഭാർഗവ് ഇത്? നോ ബോളിൽ ഒരു 6, അതിന് കിട്ടിയൊരു ഫ്രീ ഹിറ്റ് ബോളിൽ വീണ്ടും 6 അടിച്ച പോലെ ഉണ്ടല്ലോ. ഈ സന്തോഷത്തിന്റെ കാരണം എന്താ? ആഹാരാമന് മംഗലമായേ, വധുവായി സീതയും എത്തുകയായേ. ആഹാരാമന് മംഗലമായേ, വധുവായി സീതയും എത്തുകയായേ. ദേശായ സാറോക്കെയായേ, ഡം ഡം ഡം. ഔ, ഫണ്ണില്ലേ? ഈ ജോക്ക് കേട്ടിട്ട് നിനക്ക് ചിരി വരുന്നില്ല? എന്താ പറഞ്ഞേ? ജോക്കാണെന്നോ? അല്ല, നീ തന്നെയല്ലേ രാമനും സീതയും നല്ല ജോഡികളാണെന്ന് പറഞ്ഞ് അവരെ ഇൻട്രൊഡ്യൂസ് ചെയ്തത്. എന്നിട്ടിപ്പോ ജോക്ക് എന്ന് പറയുന്നത് എന്താ? അതെ, ഞാൻ അവളെ പരിചയപ്പെടുത്തിയത്. എന്നാ അവളുടെ മകളെ അല്ലല്ലോ. ഓ, സീതയ്ക്കൊരു മകളുണ്ടല്ലേ? ഭാർഗവു, ഈ കാര്യങ്ങളൊക്കെ ഞാൻ നേരത്തെ അറിഞ്ഞതാ. ഇപ്പൊ എന്താ ഈ കാര്യം പറഞ്ഞ് എന്നെ ഷോക്കാക്കാന്ന് കരുതിയോ? കം ഓൺ വിശ്വ, ഡോണ്ട് ബി സോ സില്ലി. ബോൾ എടുത്ത് എറിയുന്നതിന് മുമ്പ് വെറുതെ ബാറ്റ് വീശിയിട്ട് കാര്യം എന്തെങ്കിലും ഉണ്ടോ? അവൾക്കൊരു മകളുള്ള കാര്യം നിനക്കും അറിയാം, എനിക്കും അറിയാം. എന്നാ അച്ഛനറിയോ? സീത, ഞാനാണെങ്കിൽ സിഹയെ വല്ലാതെ മിസ് ചെയ്യുന്നുണ്ട്. ഞാനും അതെ റാം. ഞാനും ഇതാദ്യമായിട്ടാ അവളില്ലാതെ നിൽക്കുന്നത്. സമ്മർ ഹോളിഡേയ്സ് അല്ലേ, അവൾക്കും അതിൻ്റെതായ ചേഞ്ച് ഉണ്ടാവില്ലേ? എൻജോയ് ചെയ്യട്ടെ. സ്നേഹം ഒരുതരം മാജിക് ആണല്ലേ. എല്ലാവരെയും ഒന്നിപ്പിക്കും. അശോക് സാറിന്റെയും പ്രിയയുടെയും കല്യാണം കഴിഞ്ഞു. ഇപ്പോ നമ്മുടെ കാര്യം എടുത്താലും എത്ര ഈസി ആയിട്ടോ ഒന്നായത്. ഈസി ആയിട്ടോ? ഞാൻ എത്രമാത്രം ബുദ്ധിമുട്ടെന്നുള്ളത് എനിക്കറിയാം. എല്ലാവരും വിചാരിക്കുന്ന പോലെ സ്നേഹം അത്ര പെട്ടെന്ന് കിട്ടുന്ന ഒരു കാര്യമല്ല സീത. ഒന്നാവുന്നത് മാത്രം സ്നേഹം എന്ന് പറയുന്നത് കളവാണ് റാം. അകലം ഉണ്ടായാലും സ്നേഹം ഉണ്ടാവും. ഇപ്പോ ഹിസ്റ്ററി എടുത്തു നോക്ക്. ഗ്രേറ്റസ്റ്റ് ലവ് സ്റ്റോറീസ്. ആ ലവേഴ്സ് ആരും അവസാനത്തില് ഒന്നായിട്ടേ ഇല്ല. അതുകൊണ്ടല്ലേ സ്നേഹം മായാണെന്ന് പറയുന്നേ. പക്ഷേ സീതയും രാമനും എപ്പോഴും ഒന്നിച്ചായിരുന്നില്ലേ? ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ ഇപ്പൊ എല്ലാ ജോഡികൾക്കും എക്സാമ്പിൾ ആരാ, റോൾ മോഡൽ ആരാ? സീത രാമ. പക്ഷെ ആ രാമനെ പോലെ നിന്നെ കാട്ടിലേക്കൊന്നും അയക്കില്ല കേട്ടോ. അതിനൊരു റീസൺ ഉണ്ട്. സീത കാട്ടിലേക്ക് പോയത് കൊണ്ടാ എല്ലാവർക്കും മനസ്സിലായത് സീത എത്ര പരിശുദ്ധയാണെന്ന്. എല്ലാത്തിനും ഒരു കാരണം ഉണ്ടാവും. എന്ത് സംഭവിച്ചാലും ഞാൻ നിന്നെ കൈവിടില്ല സീത. ഇറ്റ്സ് എ പ്രോമിസ്. നമ്മൾ രണ്ടുപേരും ഒരുമിക്കാനുള്ള സുപ്രധാന കാരണം സിഹയല്ലേ. ഷീസ് ട്രൂലി ആൻ ഏഞ്ചൽ. സീത, ചാന്ദ്രയുടെ മെസ്സേജ് വന്നേക്കുന്നത്. ഇഫ് യു ഡോണ്ട് മൈൻഡ് ക്യാൻ യു റെസ്പോണ്ട്? ഞാനോ? റാം, നിന്റെ ഫോണിൽ നിന്ന് ഞാൻ എങ്ങനെ റിപ്ലൈ ചെയ്യാ? അത് ശരിയാവില്ല. റൂമിലായിരിക്കുമ്പോ ഫോൺ വരുന്നുണ്ട്, അറ്റൻഡ് ചെയ്യുക, ഏതെങ്കിലും ഇമ്പോർട്ടന്റ് കോൾ ആയിരിക്കും എന്നൊക്കെ പറഞ്ഞിട്ട് നീ ആ സമയത്ത് എന്നോട് ഫോൺ എടുക്കുന്ന പറഞ്ഞോണ്ടിരുന്നില്ലേ? ഇപ്പൊ ഞാൻ പറയുക നീ മെസ്സേജ് അയക്കാൻ. അയച്ചാൽ ഇപ്പൊ എന്താ? നമ്മുടെ ഇടയിൽ ഈ ഫോർമാലിറ്റീസിന്റെ ഒക്കെ ആവശ്യമുണ്ടോ? അല്ല, ഫസ്റ്റ് ഓഫ് ഓൾ എനിക്ക് ആ ചാന്ദ്രയുടെ കോൾ ആവട്ടെ മെസ്സേജ് ആവട്ടെ റിപ്ലൈ ചെയ്യാൻ ഒട്ടും ഇഷ്ടമല്ല. പ്ലീസ് എന്റെ കാര്യം നോക്കി നീ ഇങ്ങനെ റെസ്പോണ്ട് ചെയ്യും. ഹാപ്പി ഫോർ യു ആൻഡ് സീത. ഓൾ ദ ബെസ്റ്റ് റാം എന്നാ അവൾ മെസ്സേജ് ചെയ്തേക്കുന്നേ.
താങ്ക് ഗോഡ് ഫൈനലി. പഴയതെല്ലാം മറന്ന് അവളെ മൂവ് ഓൺ ആയെന്ന് എനിക്ക് ഇപ്പോഴെങ്കിലും ഒരു കൺഫർമേഷൻ കിട്ടിയല്ലോ. ആൻഡ് മോർ ഓവർ എന്റെ മനസ്സിലുള്ള എന്താണെന്ന് നിന്നോട് ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. ഫൈനലി ഐ ഫീൽ സോ ലൈറ്റ് ആൻഡ് ഹാപ്പി കേട്ടോ. നീ നിന്റെ പാസ്റ്റിനെ കുറിച്ച് പറഞ്ഞ ആ ഭാരമെല്ലാം ഒഴിച്ചിട്ടുണ്ട്. പക്ഷെ ഞാനോ? എനിക്കെല്ലാം നിന്നോട് തുറന്നു പറയണം റാം. നിന്നെ പോലെ എനിക്കും ഈ ഭാരം ഇറക്കി വെക്കണം. പക്ഷെ അതെന്താണെങ്കിലും എന്റെ പാസ്റ്റിനെ കുറിച്ച് നീ ചോദിക്കില്ലെന്ന് നീ പറഞ്ഞേ. പിന്നെ നീ അതിനെപ്പറ്റി ചോദിച്ചില്ല. ചോദിച്ചാൽ എനിക്ക് വിഷമാവുകയും ചെയ്യും. എന്ത്? കല്യാണം കഴിഞ്ഞ ശേഷം നവദമ്പതിമാരെ ആനയിച്ച് വീട്ടിലേക്ക് കയറ്റുമ്പോ കൂട്ടത്തിലൊരു ഗ്രാൻഡ് മകളെയും സ്വീകരിക്കേണ്ടി വരും. പാവം. റാമിന്റെ കല്യാണം കഴിയാൻ വേണ്ടി കാത്തിരിക്കുന്ന നിന്റെ അച്ഛൻ റാമിന്റെ പാത സ്വീകരിച്ചാലോ? മുമ്പ് ഏതോ ഒരു ഡിവോഴ്സിയുടെ കേസ് കൊണ്ടുവന്നപ്പോഴത്തേക്കും നിങ്ങളുടെ അച്ഛൻ വയ്യാതെ കിടപ്പിലായല്ലേ? അപ്പോ റാം കല്യാണം കഴിക്കുന്ന പെൺകുട്ടിക്ക് ഓൾറെഡി ഒരു മകളുണ്ടെന്ന കാര്യം മനസ്സിലാക്കിയാലോ? നിങ്ങളുടെ അച്ഛൻ സമ്മതിക്കുവോ? അയ്യോ. ഈ പ്രേമം പൊളിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ 2 ചാൻസ് ഉള്ളത്. ഒന്നുകില് നിരാശയുണ്ടാവും, അല്ലെങ്കിൽ എന്നെ പോലെ ദുരാശയും ഉണ്ടാവും. നമ്മുടെ റാമിന് ദുരാശയൊന്നും സെറ്റാവില്ല, നിരാശയെ വരൂ. നിരാശ തോന്നിക്കഴിഞ്ഞാ പിന്നെ അവനിവിടെ നിൽക്കുമെന്ന് തോന്നുന്നുണ്ടോ? വീണ്ടും ഇവിടെ നിന്നും വേറെ ഏതേലും രാജ്യത്തേക്ക് പോകും. അത് കഴിഞ്ഞ ഈ ദേശായി സാമ്രാജ്യത്തിന് ഈ ഭാർഗവിയായിരിക്കും മഹാറാണി. യു വിൽ കോൾ മീ മഹാറാണി ഭാർഗവി ദേശായി. ഓക്കെ? ചേച്ചി, ചേച്ചി, ചേച്ചി. എന്തു പറ്റി സാധന? അച്ഛൻ, അച്ഛന് ഭാർഗവ്, കണ്ടോ, നമ്മളിപ്പോ അവിടെ നിന്ന് ഇങ്ങോട്ട് എത്തിയതേ ഉള്ളൂ. എനിക്ക് ഇപ്പോഴേ അവളെ മിസ് ചെയ്ത് തുടങ്ങി. അവൾ ഇല്ലെങ്കിൽ ഒരു തരം എല്ലാം ശൂന്യമായതുപോലെയാ. ഞാൻ എവിടെ നിന്ന് വേണമെങ്കിലും വിട്ടു നിൽക്കാം, പക്ഷെ എന്റെ സിഹിയെ വിട്ടു നിൽക്കാൻ എനിക്ക് കഴിയാറില്ല. അപ്പൊ എന്നെയോ? എന്ന് വെച്ചാ നിനക്ക് ഞാനില്ലാതെ പറ്റുമല്ലേ? ഉത്തരം തരാൻ കഴിയാത്തതൊന്നും നീ ഇങ്ങനെ ചോദിക്കല്ലേ പ്ലീസ്. നിങ്ങൾക്ക് തന്നെ അറിയാം എനിക്ക് സിഹി എത്ര ഇമ്പോർട്ടന്റ് ആണെന്ന്. എന്റെ ലൈഫില് നിന്നെ ചൂസ് ചെയ്യണോ സിഹിയെ ചൂസ് ചെയ്യണോ എന്നൊരു സിറ്റുവേഷൻ ഉണ്ടാവാനേ പാടില്ല. എന്റെ ലൈഫ്, എന്റെ പ്രപഞ്ചം, അത് സിഹിയും നീയുമാണ്. എനിക്ക് 2 ആളും വേണം റാം. ഭാഗ്യം. നിന്നെ വേണമെങ്കിൽ ഞാൻ വിട്ടു നിൽക്കുമെന്ന് പറഞ്ഞില്ലല്ലോ, അത് മതി. എനിക്കിങ്ങനെ പതപ്പിച്ച് പറഞ്ഞ് സുഖിപ്പിക്കാൻ അറിയില്ല റാം. ഉള്ളത് ഞാൻ ഉള്ളതുപോലെ പറയും. ഞാൻ ഇങ്ങനെയൊക്കെ എന്റെ ലൈഫ് ഇത്രയും നാൾ സ്പെൻഡ് ചെയ്തു. നീ വന്നു, ലൈഫ് ഇത്രയും ബ്യൂട്ടിഫുൾ ആണെന്ന് കാണിച്ചു തന്നു. കൂടെ തന്നെ എന്നും ഉണ്ടാവുമെന്നുള്ള വിശ്വാസവും തന്നു. നീ എന്റെ ലൈഫിൽ വന്നില്ലായിരുന്നെങ്കിൽ വെള്ളത്തിൽ നിന്ന് വന്ന മീനിനെ പോലെ കുറെ കഷ്ടപ്പെട്ടേനെ ഞാൻ. ഭാഗ്യം. മനസ്സ് തുറന്ന് എന്നോട് സംസാരിച്ചല്ലോ, അത് മതി.
ജീവിതം എത്ര ബ്യൂട്ടിഫുൾ ആണെന്ന് നിന്റെ കൂടെ ജീവിക്കുന്ന ഓരോ ദിവസവും ഞാൻ പ്രൂവ് ചെയ്തു തരാം. താങ്ക് യു റാം. അമ്മോ, ഇതെന്താ ഇത്? എന്തു പറ്റി? അടുത്ത് വന്ന് നിന്നാൽ തന്നെ അപ്പാർട്ട്മെന്റ് ഉള്ളവര്, അയൽവക്കക്കാര്, റോഡിൽ കൂടി പോകുന്നവർ ഇവരൊക്കെ എന്തു പറയുന്ന കരുതി കരയുന്നവളാ. എന്നിട്ടിപ്പോ എന്താ ധൈര്യത്തോടെ എന്റെ കയ്യിലെ പുറത്ത് കൈവച്ചില്ലേ? ഞാൻ പറഞ്ഞില്ലേ ഈ പ്രേമം ഒരുതരം മാജിക്കാണെന്ന്. റാം, അച്ഛാ, എന്താ മോളെ? എന്തു പറ്റി അച്ഛാ? ഡോക്ടറെ വിളിക്കണോ? വേണ്ട മോളെ, അതിന് മാത്രം ഒന്നുമില്ല. ലോയർക്കൊന്ന് ഫോൺ ചെയ്യണമായിരുന്നു. ഇപ്പൊ തന്നെ ഒന്ന് ഫോൺ ചെയ്യും മോളെ. പെട്ടെന്ന് കൊണ്ടുവരാനായിട്ട് പറയണം. ലോയറോ? ഇപ്പൊ എന്തിനാ അച്ഛാ? അച്ഛനെ കണ്ടിട്ട് തീരെ വയ്യെന്ന് തോന്നുന്നുണ്ടല്ലോ. ഞാൻ ആദ്യം ഡോക്ടറെ ഒന്ന് വിളിക്കട്ടെ. അതിന് മാത്രം ഒന്നും സംഭവിച്ചില്ല മോളെ. ഈ അശോകന്റെ കല്യാണത്തിന് അങ്ങോട്ടും ഇങ്ങോട്ടും ഒരുപാട് തുള്ളിച്ചാടി നടന്നതല്ലേ, അതുകൊണ്ടുണ്ടായ ക്ഷീണായിരിക്കുള്ളൂ മോളെ. ഇന്ന് രാത്രി ഒന്നും ഉറങ്ങിണിട്ട എല്ലാം ശരിയായിക്കോളും മോളെ. അതിനേക്കാൾ പ്രധാനമായി സീതാരാമ കല്യാണവും നടത്തിയിട്ട് ആ മരുമോളെ ഈ വീട്ടിലേക്ക് കൊണ്ടുവന്ന എനിക്ക് ഒരുപാട് സന്തോഷമാകും മോളെ. എന്നാലേ അതിനു മുൻപ് ഈ വിൽപ്പത്രമൊക്കെ ഒന്ന് ശരിയാക്കണം. ലോയറോടൊന്ന് സംസാരിക്കണം. അതിനാ അദ്ദേഹത്തെ വിളിക്കാൻ പറഞ്ഞത്. ഒന്ന് വിളിക്കുമോളെ. പിന്നെ നീ ഇവിടെ ഉണ്ടാകണം, ഒന്ന് വേണം കേട്ടോ. ശരി അച്ഛാ, ഞാൻ ഉടനെ വിളിച്ചു പറയാം. റാമിന്റെ കല്യാണം എന്ന് കേട്ടപ്പോഴേക്കും ലോയറിനെ വിളിക്കേണ്ട ആവശ്യം എന്താ? അപ്പോ ഇത്രയും നാളും മറച്ചുവെച്ച വിൽപത്രങ്ങളും റാമിന്റെ കല്യാണം തമ്മിൽ എന്തോ കാര്യമായിട്ട് ബന്ധമുണ്ട്.